എന്നെ ട്രിഗർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ കമൻറ്റിലും എനിക്ക് റിപ്ലൈ മെസ്സേജ് ആയിട്ട് അങ്ങനെയൊക്കെ കുറേ. ഹലോ ഗായ്സ്, അപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ്? ഇതെനിക്ക് DM-ൽ വരുന്നുണ്ട്, കമൻറ്റിൽ വരുന്നുണ്ട്, സ്റ്റോറി റിപ്ലൈക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു 2 years എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫോറക്സ് ട്രേഡിങ്ങിലുള്ളത്. സെക്കൻഡ് ആയിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എന്നെ ട്രിഗർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ കമൻറ്റിലും എനിക്ക് റിപ്ലൈ മെസ്സേജ് ആയിട്ട് അങ്ങനെയൊക്കെ കുറേ വരുന്നുണ്ട്. ബെക്സ്വോളിയ സ്റ്റുഡൻ്റ് ആണോ, ബെക്സ്വോളിയ എന്നാണോ LIT പഠിച്ചതെന്നുള്ളത്. ഞാൻ ഇപ്പം നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ ബെക്സ്വോളിയ സ്റ്റുഡൻറ്റും അല്ല, ഞാൻ LIT പഠിച്ചത് ബെക്സ്വോളിയൊന്നും അല്ല. ഞാൻ എലമെൻ്റൽ ട്രേഡിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു. എൻ്റെ അറിവിൽ കേരളത്തിൽ ഫസ്റ്റ് LIT ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എലമെൻ്റൽ ട്രേഡിംഗ് ആണ്. സോ എനിക്ക് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻ ആണ്. 2-3 പേര് പല രീതിക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗോൾഡിൻ്റെ ഫേക്ക് മൂവ്മെൻറ്റ്, ഗോൾഡിൻ്റെ ട്രേഡിനെ കുറിച്ചിട്ട്. ഗോൾഡ് ഇപ്പം കറൻ്റ്ലി US-ൽ വാറ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പിന്നെ ഗോൾഡിൻ്റെ ഒരു വോളറ്റൈൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് സ്കാൽപ്പിംഗ് രീതിയിൽ ഗോൾഡിൽ ട്രേഡ് കിട്ടാറുണ്ട്. അതായത് 30 minutes താഴോട്ടുള്ള ടൈം ഫ്രെയിംസിൽ മാത്രമേ ട്രേഡ് കിട്ടാറുള്ളൂ. അതിൽ മുകളിലോട്ട് എടുക്കുന്നത് എനിക്ക് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ അധികം റിസ്ക് അങ്ങോട്ട് എടുക്കാറില്ല. അപ്പം കറൻസി ഗോൾഡ് ഞാനിപ്പം രണ്ടും ഒരേപോലെ കൊണ്ടുവന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാവൻ പെർഫോംസിനെ കുറിച്ച് എന്താ അഭിപ്രായമെന്ന്. ഞാൻ ഇത് കേട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്കറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ചെയ്തിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഫണ്ടഡ് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫണ്ടി മിപ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും, എനിക്ക് അറിയില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, $30 ഡൊണേഷൻ. കൊള്ളാം. എനിക്ക് എൻ്റെ കയ്യിൽ ഡോളർ ഇങ്ങനെ അടിക്കുമല്ല. എനിക്ക് ലോസ് വന്നത് പോകും, വീണ്ടും ഞാൻ റിക്കവർ ചെയ്യും. അങ്ങനെയാണ്. ഇതിൽ എവിടുന്ന് തരാനാണ്? ചിലർ $10 തരുമോ ചേച്ചി, $30 തരുമോ, എനിക്ക് തരുമോ, ഞാൻ ആരോട് ചോദിക്കാനാ? അപ്പം ഒരു കാര്യമില്ലെന്ന്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ക്രിപ്റ്റോനെ കുറിച്ചിട്ട് ഏത് ബെസ്റ്റ് ടൈം ഫ്രെയിം ആണെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്രിപ്റ്റോ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 1 hour ഡെയിലി 4 hour ആ ഒരു ഹൈ ടൈം ഫ്രെയിംസ് ഈ ബെറ്റർ ആയിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നിൽ കൂടുതൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, ഫോണോ, ഐപാഡോ ഇതിലേതാ നല്ലതെന്നൊക്കെയുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് Oppo A12 എന്ന് പറഞ്ഞൊരു ഫോണിലാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്ന് ഞാൻ പിന്നെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഐപാഡാണ് എടുത്തത്. അപ്പോൾ ഐപാഡ് നല്ലതാണ്. നമുക്ക് സ്ക്രീൻ സൈസ് കൂടുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടുവാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സിസ്റ്റം അപ്ഗ്രേഡ് ആക്കി കൊണ്ടുവരും. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വിച്ച് സ്ട്രാറ്റജി യു ആർ ഫോളോയിങ് ആൻഡ് വൈ? നല്ല ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു മടുത്തു. ഞാൻ LIT ആണ് ഉപയോഗിക്കുന്നത്, ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെൻറ്റ് തിയറം. ഓക്കെ, ഇത് ഉപയോഗിക്കാനുണ്ടായ റീസൺ തന്നെ SMC-നൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ കുറച്ചുകൂടി ഞാൻ അതിലാണ് ആദ്യം പഠിച്ചത്. പിന്നാണ് ബാക്കിയുള്ള ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിസ്ക് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര സ്ട്രാറ്റജി പഠിച്ചാലും റിസ്ക് മാനേജ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, ദെൻ നിങ്ങളുടെ സ്ട്രാറ്റജി. ഹൗ ടു ഐഡൻറ്റിഫൈ ബെയറിഷ് ടു ബുള്ളിഷ് ട്രെൻഡ്? അത് ആക്ച്വലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീക്കിലി നോക്കിയിട്ട് വേണേൽ ട്രെൻഡ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഡെയിലി നോക്കിയിട്ട്. ചിലവരൊക്കെ മന്ത്ലി നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ആ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യാൻ പോകുന്ന ഒരാൾ വീക്കിലി ട്രെൻഡ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഹൈ ടൈം ഫ്രെയിംസ് ചൂസ് ചെയ്യാം. ഹൈ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ വീക്കിലി മന്ത്ലി എങ്ങനെ ഒന്ന് വ്യൂ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1:2 റേഷ്യോ എന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. 1:1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു $10 റിസ്ക് ചെയ്തവർ 1:1 എന്ന് പറഞ്ഞാൽ $10 ആണ്. അത് 1:2 എന്ന് പറയുമ്പോൾ $20 ആണ്. അങ്ങനെ ഇരട്ടി മൾട്ടിപ്പിൾ ആണ് നമ്മുടെ ഫോറക്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയാൻ സ്വയം തോന്നുന്ന ടൈം എന്തൊക്കെ മിസ്റ്റേക്ക് ഒഴിവാക്കിയപ്പോഴാണ്? ആ മിസ്റ്റേക്ക് ഒരു ട്രേഡർ മനസ്സിലാക്കിയാൽ പിന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഉള്ള കാര്യമാണ്. കാരണം ഇനിഷ്യലി ഞാൻ എന്തൊക്കെ ചെയ്യാവോ, ഈ കിടക്കുന്ന റിങ് വരെ പണയം വെച്ച് ചെയ്യാൻ പല രീതിയിലും പൈസ വാങ്ങിച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പോകുമ്പോൾ മനസ്സിലാവും നമ്മൾ വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡിങ്ങിൽ പൈസ പോകുന്നവർ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പൈസേനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം മനസ്സിലാക്കുക, ദെൻ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അതുവരെ കിട്ടുന്നതൊന്നും പ്രോഫിറ്റ് അല്ല, അതൊക്കെ കിട്ടുന്നത് ഡിസിപ്ലിൻ ഇല്ലായ്മയിൽ കിട്ടുന്നതാണ്. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ ഒരു 6-7 ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്
പഠിപ്പിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക, അതിനുള്ള ആൻസർ ഞാൻ ഡയറക്റ്റ് പറഞ്ഞുതരാം. ലാസ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ക്വസ്റ്റ്യൻ ഒന്നും വന്നതല്ല. ഫസ്റ്റ് ഒരു ന്യൂബി ട്രേഡർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, അതിന് ന്യൂബി ട്രേഡേഴ്സിനോട് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആദ്യം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ട്രേഡുകൾ വിൻ ചെയ്യാൻ നോക്കുക. എനിക്ക് ആ പ്രോഫിറ്റ് വേണം, എനിക്ക് ആ പ്രോഫിറ്റ് ഇട്ടിട്ട് മറ്റൊരു കാര്യം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാതിരിക്കുക. കുറേ ട്രേഡ്സ് വിൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആ ഫ്യൂച്ചറിൽ, കാരണം ലൈഫ് ലോങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ല ഇനിഷ്യലി നമ്മൾ ലോസ് ടു പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്വിറ്റ് ചെയ്യാതെ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ